ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയതിന് പിന്നാലെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസിലെത്തി. വാഷിംഗ്ടൺ ഡിസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔപചാരിക സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ജനതയുടെയും ലോകത്തിന്റെയും നേട്ടത്തിനായും മികച്ച ഭാവിക്കായും ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ച് നാട്ടിലേക്ക് അയച്ചത് ചർച്ചയാകുമോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല. തന്റെ 2 ദിവസത്തെ സന്ദർശനവേളയിൽ നിരവധി വ്യാപാര നിക്ഷേപ കരാറുകൾ മോദി ഒപ്പുവച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇലോൺ മസ്ക് അടക്കം വ്യാപാര വ്യവസായ രംഗത്തുള്ള മറ്റ് പ്രമുഖരെയും മോദി കാണുന്നുണ്ട്. സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖല വഴി ബ്രോഡ്ബാൻഡ് സേവനം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് മസ്കുമായി ചർച്ച ചെയ്തേക്കും. സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിൽ തുടങ്ങാൻ സന്നദ്ധനാണെന്ന് നേരത്തെ മസ്ക് പ്രഖ്യാപിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം. അതേസമയം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ചർച്ചയാകുമോ എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല. ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയും മോദിയുടെ അജണ്ടയിലുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയായേക്കും. കൂടാതെ അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയങ്ങളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തേക്കാം. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. ട്രംപ് 2ാം ടേം ആരംഭിച്ച ശേഷമുള്ള ഇരു നേതാക്കളുടെയും ആദ്യ കൂടിക്കാഴ്ചയാണ് ഈ നടക്കുന്നത്. കൂടാതെ വൈറ്റ് ഹൌസിൽ ട്രംപിനെ കാണുന്ന 4ാമത്തെ ലോക നേതാവായിരിക്കും നരേന്ദ്രമോദി. നേരത്തെ ഇസ്രായേൽ നേതാവ് ബെന്യാമിൻ നെതന്യാഹുമായും തുടർന്ന് ജപ്പാനിലെ ഷിഗേരു ഇഷിബെയുമായും ജോർദാൻ രാജാവ് അബ്ദുള്ള 2ാമനുമായുമാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ വിമാനമിറങ്ങിയ ഉടൻ തന്നെ നരേന്ദ്രമോദി പുതിയതായി ചുമതലയേറ്റ യുഎസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുൾസി ഗബാർഡുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം ആരംഭിച്ചത് എന്ന് തന്നെ പറയാം. എക്സൽ ഗബാർഡുമൊത്തുമുള്ള ഫോട്ടോയും പ്രധാനമന്ത്രി പങ്കിട്ടിട്ടുണ്ട്. യുഎസുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തിരുന്നു. ഈ സന്ദർശന വേളയിൽ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്തുള്ള 1651 പെൻസിൽവാനിയ അവന്യൂവിൽ സ്ഥിതി ചെയ്യുന്ന 70,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ബ്ലെയർ ഹൌസിലാണ് പ്രധാനമന്ത്രി തങ്ങുക. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമാണ് ബ്ലെയർ ഹൌസ്. നിരവധി പ്രസിഡന്റുമാർ, റോയൽറ്റികൾ, ആഗോള നേതാക്കൾ എന്നിവർക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുമുണ്ട്. തന്റെ വാഷിംഗ്ടൺ സന്ദർശനം നിലവിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് പുതിയ ചട്ടക്കൂടുകൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി മോദി പുറപ്പെടും മുന്നേ തന്നെ പറഞ്ഞുവെച്ചു. ട്രംപിന്റെ ആദ്യ ടേമിലെ തങ്ങളുടെ സഹകരണത്തിന്റെ വിജയങ്ങളെ പടുത്തുയർത്താനും അതുപോലെ സാങ്കേതിക വിദ്യ, വ്യാപാരം, പ്രതിരോധ ഊർജ്ജം, വിതരണ ശൃംഖല, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ തങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ഉയർത്താനും ആഴത്തിലാക്കാനുമുള്ള ഒരു അജണ്ട വികസിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ സന്ദർശനം മോദി കാണുന്നു. 2024 യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിനു ശേഷം 2 നേതാക്കളും 2 തവണ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്.